ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. മറ്റേതല്ല, നമ്മുടെ ടിക്ടോക്ക് വീഡിയോസ് അതേപോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. അത് ട്രൈപോഡ് എന്ന് പറയും. ട്രൈപോഡ് 3110. ഇതിന്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇതാണ് ട്രൈപോഡ് 3110 ആണ്. ഏറ്റവും ചീപ്പ് ട്രൈപോഡാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 3-way ഹെഡാണ്, 3-way. പിന്നെ 4 സെലക്ഷൻ ലെഗ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ മറ്റേ സൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. എത്ര മീറ്റർ, ഇതിൻ്റെ മീറ്ററും ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി തോന്നുന്ന ഒരു ട്രൈപോഡാണിത്. ഇപ്പം റേറ്റ് കമ്മിയാണ്, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അലൂമിനിയം ലെഗ്സുകളാണ് വരുന്നത്, അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല ഫോൾഡായ നല്ലൊരു കവറിലാണ് ഇത് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, പുറത്തേക്ക് വെക്കാം. പുറത്തോട്ട് വെച്ചു. ഞാൻ പറയാം, നല്ലൊരു കവറിലാണ് വന്നിട്ടുള്ളത്. ഇത് ഫോണ് വെക്കാനുള്ളതാണ്. ഇതിലാണ് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അതായത് അതിൽ ഘടിപ്പിക്കണം ആദ്യം. നമുക്ക് സ്റ്റാൻഡ് ഒന്ന് പുറത്തോട്ട് വെക്കാം. അപ്പോൾ ഒന്നുകൂടി വെക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, സ്റ്റാൻഡ് സാധനം പുറത്തോട്ട് വെച്ചു. നേരത്തെ കണ്ട അതേ വീഡിയോ തന്നെ ഇതുണ്ട്, സ്റ്റാൻഡാണത് മൊബൈലിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ട്രൈപോഡ് പുറത്തോട്ട് വെക്കുകയാണ്. നല്ല കുഴപ്പമില്ലാത്ത സ്റ്റീലാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ താത്തി പറ്റ ചെറുതായ രീതിയിൽ ഹോൾഡ് ചെയ്ത് എങ്ങനെയാണ് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫോൺ സെറ്റ് ചെയ്യാനുള്ള സാധനം വെക്കണം. അത് നമുക്ക് നോക്കി നോക്കാം ആദ്യം. ഇത് മറ്റേ നമ്മൾ ഇത് നോക്കുമല്ലോ, വാട്ടർ ലെവൽ നോക്കണം. വാട്ടർ ലെവലൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. സാധനം വിചാരിച്ച പോലല്ല, സൂപ്പർ സാധനമാണ്. ഇതാണ് ഇതിൻ്റെ പൊസിഷന്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറാണത്. അത് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നൊരു സ്മൂത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണമെല്ലാം ഇപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ അതിന് വാങ്ങി ഒരു 8-9 മാസമായിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ. ഇതുവരെ ഞാൻ യൂസ് ചെയ്തൊരു കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി സാധനം തന്നെയാണിത്. ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. അതിന് 3 സ്റ്റെപ്സുകളാണുള്ളത്. 1, 2, 3 3 സ്റ്റെപ്സുകളാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ കഴിയും. എന്നിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ. അതെല്ലാം ലെങ്ത്ത് കൂട്ടിയതിന് ശേഷം പ്രത്യേകം ഓർക്കണം. എന്നിട്ട് ലോക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ലോക്ക് ചെയ്യുമ്പോഴാണത് മനസ്സിലായി, ലോക്ക് ആയിക്കോളൂ. വിചാരിച്ച പോലെ അല്ല കേട്ടോ, സാധനം നല്ല ക്വാളിറ്റി സാധനമാണ്. ഞാൻ പിന്നെയും പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത്. ഓക്കെ,
നല്ല ഹൈറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ, നല്ല ഹൈറ്റ് തന്നെ ഉണ്ട്. ഏകദേശം നമ്മളെ ഹൈറ്റിൻ്റെ നമ്മളെ ഷോൾഡറിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. ഞാൻ 6.8 6.2 എൻ്റെ ഹൈറ്റ്. ഏകദേശം നല്ല ഹൈറ്റ് ഇട്ടാണ് എനിക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ മൊബൈലിൻ്റെ ഇതൊന്ന് ക്ലിപ്പൊന്ന് ഇതിന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്നും വരില്ല, അതുപോലെ വെച്ചാലൊന്നും ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. അതിൻ്റെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ലോക്ക് ആയിക്കോളും. ഇങ്ങനെ തിരിച്ചു വെക്കുക. ഓക്കെ, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി ഫോൺ നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്താണ് ആവശ്യമുള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഇപ്പോൾ കാണിച്ചത് ഞാൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അൺബോക്സിങ് ഉള്ളത്. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. എൻ്റെ ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഓൺ ആക്കിയിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്താണ് നമുക്ക് സ്റ്റാൻഡ് വെച്ച് നമുക്ക് തന്നെ സ്റ്റെബിലൈസേഷൻ ഒരു പരിധി വരെ ഒഴിവാക്കി കിട്ടും. ഒരു പരിധി എന്നല്ല, തീരെ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. എൻ്റെ വീഡിയോസിനൊക്കെ ഒരുവിധം എല്ലാ കസ്റ്റമറും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആയിരുന്നു, സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ. ഇനി എന്തായാലും ഉണ്ടാവില്ല, ഒരു പരിധി വരെ ഉണ്ടാവില്ല എൻ്റെ വീഡിയോസിൽ. ഓക്കെ, സാധനം വിചാരിച്ച പോലല്ല, പൊളി സാധനമാണ്. നിങ്ങൾക്കും ഇത് വാങ്ങാം, ചീപ്പ് റേറ്റ് ഉള്ളൂ. ഇത് നാട്ടിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്ക് ഇടാനൊന്നും കഴിയൂല. ഓക്കെ, നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടാണ്ടാവും ഈ കാലം. അപ്പോൾ ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുകയോ ചെയ്യാൻ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ ബൈ.